എഡ്യൂക്കേറ്റഡ് ഗസ്സേ നമ്മൾ ചെയ്യാം. ഓക്കെ, കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മടുക്കും. ഒരു 20 ദിവസം എന്താന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ChatGPT കൊടുക്കും, നമ്മൾ കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ വിവാഹം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രഷർ പോയി. ഈ ഇന്റർവ്യൂ എനിക്കൊരു വലിയ പാഠമാണ് നൽകിയിരിക്കുന്നത്. ഓൺ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 25 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം അധികം ആളുകൾ അറിയാതിരിക്കുന്നതായിരിക്കും ഓപ്ഷൻ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഈ നോട്ട് എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ കഥ എഴുതണ ഇനി ഇവരൊക്കെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ ഞാനുമായി സംവദിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അനുഭവം എനിക്കുണ്ടായത് ഒന്ന് നമ്മുടെ വീട്ടുകാരുടെ അവരുടെ ഒരു സ്നേഹം നിറഞ്ഞ സമ്മർദ്ദമാണ്. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് ആദർശ് ഈ പ്രിപ്പറേഷൻ ഉടനീളം ഉള്ള കാലഘട്ടത്തിൽ മറികടന്നത്? വൺ ഓഫ് ദ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെയാണ്. അത് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സാമിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് മെഡിറ്റേഷൻ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് അങ്ങനെയൊക്കെ അത് ഭയങ്കര അടിപൊളി. അതുകൊണ്ട് നമുക്കൊരു ചെറിയ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രിപ്പറേഷനെ ബന്ധപ്പെട്ട് നമ്മളെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു 3-4 വരുന്നൊരു ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഓൺലൈൻ കൂട്ടായ്മയാണോ ഉദ്ദേശിക്കുന്നത്, അതേ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉള്ള ഒരു ഓഫ്ലൈൻ കൂട്ടായ്മയാണോ? ഓഫ്ലൈൻ ആയിരിക്കും കുറച്ച് നല്ലത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതൊരു ഈ ഓഫ്ലൈൻ ഫിസിക്കൽ പ്രസൻസ് ഉള്ള ഒരു കൂട്ടായ്മ. കാരണം ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിലൊക്കെ അത് പുലർത്തിയിട്ടൊരാളാണ്. 3-4 പേരൊക്കെ ഉള്ള അതാണ് ആദർശം ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. അതാകുമ്പം ഇതിപ്പം നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് വളരുന്നൊരു പ്രക്രിയയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് ഉപകരിക്കും. നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ എഴുന്നേൽപ്പിക്കാനും അവർ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ പിന്നെ പല സബ്ജക്റ്റുകൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് സഹായിക്കും. ആദർശിന്റെ ഗ്രൂപ്പിലുള്ള മറ്റൊരാള് ഇതേ ലിസ്റ്റിലെ ഈ പിയർ ഗ്രൂപ്പ് അല്ലേ ആദർശ് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ മറ്റൊരാള് ഇതേ ലിസ്റ്റിലെ 31 റാങ്ക് അല്ലേ? ഇതേ ലിസ്റ്റിലെ 31 റാങ്കുകാരനാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, പിന്നെന്തൊക്കെയാണ് നമ്മൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് വളരെ കൂളായിട്ടൊരു പ്രിപ്പറേഷൻ ജേണിക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം അധികം ആളുകൾ അറിയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളുടെ റിസൾട്ട് അവരറിഞ്ഞാൽ മതി, അല്ലാതെ നമ്മുടെ പ്രിപ്പറേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹോളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറൊക്കെ വരും, അവരുടെ എക്സ്പെക്ടേഷൻസ് അതൊക്കെ. നമ്മളുടെ മുകളിലുള്ള എക്സ്പെക്ടേഷൻസ്. അപ്പം ഒരു ചെറിയ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒരു ചെറിയ സർക്കിളിൽ മാത്രം അറിഞ്ഞാൽ ഞാൻ ഈ സംഭവം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ചെയ്യുന്നവരും അറിയേണ്ട കാര്യമില്ലല്ലോ. അതെ. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്, എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റതെല്ലാം നമുക്ക് അസസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദർശിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? അത്തരത്തിലൊരു സപ്പോർട്ട് സിസ്റ്റം വീട്ടിനകത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലോസ് സിസ്റ്റത്തിനകത്ത് ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് ആദർശ് അവരോട് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി എൻവയോൺമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്തോളൂ. അപ്പോൾ അവരായിരുന്നു ഈ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ഫാമിലി ഫംഗ്ഷൻ പോകുമ്പോഴും അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമുക്കും എന്തെങ്കിലും എത്തണം, എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്നൊരു ഇന്റേണൽ മോട്ടിവേഷന് ഒരു സഹായിക്കുന്ന ഒരു കാരണം കൂടിയായിരുന്നു ഇത്. അവരെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കരുത് കൂടുതൽ. ആദർശ് പോകാത്തതുകൊണ്ട് ഈ ഫംഗ്ഷൻസിലൊക്കെ അവരെ അമ്മയും ചേച്ചിയൊക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അവരെ കൂടുതൽ ഈ ചോദ്യങ്ങൾക്ക് വിധേയമാക്കാതിരിക്കുവാനും നമ്മളൊന്ന് അതൊരു നമ്മളൊരു മോട്ടിവേഷൻ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി. ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാത്തൊരു വ്യക്തിക്ക് അത് എങ്ങനെ? ഇപ്പൊ പല ഉദ്യോഗാർത്ഥികൾക്കും നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ടുകൾ വീടുകളിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. പല വീടുകളും പല സാഹചര്യങ്ങളാണ്, മനഃപൂർവ്വം ആയിരിക്കത്തില്ലല്ലോ, അവരുടെയും സമ്മർദ്ദം കൊണ്ടായിരിക്കാം. അങ്ങനെ ഉള്ളവർക്ക് ഇത് എങ്ങനെ മറികടക്കാൻ പറ്റും? ഈ വിദ്യാർത്ഥികളൊക്കെ നേരിടുന്ന, എനിക്ക് ഇതുവരെ കണ്ടത് വെച്ചിട്ട് നേരിടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റിൽ ആവണം, വിവാഹം കഴിക്കണം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു ഇതിലാണ് എല്ലാവരും വളർന്നു വരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ആ ഒരു വിവാഹം വീട്ടുകാരുടെ, പക്ഷേ ഈ സ്വന്തമായിട്ടുള്ളതിൽ എനിക്ക് വിവാഹം കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ മാറി. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറി, പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും
ബോയ്സിനും ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇതിനെ വിട്ടേക്കുക. നമ്മളുടെ ചുരുക്കി പറഞ്ഞ വിവാഹം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രഷർ പോയി. അത്തരം അതാണ് നമുക്ക് സമ്മർദ്ദം നൽകുന്നത് അല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ജോലി എപ്പോഴായാലും ജോലി കിട്ടിയിട്ട് മതി. അതെ ആ ഒരു എയിമോടുകൂടി പോവാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതാണ് ആദർശം പറയുന്നത്. വീട്ടില് ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി ഒരു സ്റ്റഡി സർക്കിൾ കിട്ടുന്ന ഒരു സംഭവത്തിൽ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ട്രിവാൻഡ്രത്തിന് അതിനെ പറ്റി ഒരു എക്കോസിസ്റ്റം ഉണ്ടെന്ന് ഉണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി പേരുണ്ട്. അതെ പ്രിപ്പറേഷൻ മെറ്റീരിയലും എന്തൊക്കെ നോക്കണം എന്നുള്ളതൊക്കെ ആദർശ് പറഞ്ഞു. ലാസ്റ്റ് റിവിഷൻ മെത്തേഡ് എങ്ങനെയായിരുന്നു? മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു റിവിഷന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിലബസ് ബേസ് ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓൺ നോട്ടുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ChatGPT പോലെയുള്ള സംഭവങ്ങളൊക്കെ അത് നല്ല സാങ്കേതികവിദ്യ അതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതെ എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ സാറ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ തരാൻ പറഞ്ഞാൽ അവർ തരും. അപ്പം സെക്രട്ടറിയിൽ അതാണ് പറ്റിയിരുന്നത്. MIS അതെല്ലാം നമ്മൾ ChatGPT ക്വസ്റ്റ്യൻ ഉണ്ടായി. അപ്പൊ അത് തന്നെ നിങ്ങൾ മറ്റ് എല്ലാ സബ്ജക്റ്റുകളും പറ്റി. അതെ എന്നുവെച്ചാൽ സബ്ജക്റ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റ് റിവൈസ് ചെയ്തതിന് ശേഷം ChatGPT തന്നെ ചോദിക്കുന്ന ഒരു 20 ക്വസ്റ്റ്യൻ എന്താ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ മടുക്കും. ഒരു 20 ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം ChatGPT കൊടുക്കും, നമ്മൾ കൊടുക്കും. ChatGPT നമ്മൾ കൊടുക്കും. ഓക്കെ, അത് എന്ന് തുടങ്ങണമെന്നാണ് ആദർശ് എൻ്റെ സജഷൻ? അത് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്തോട്ട് തന്നെ നമ്മളത് കൺകറന്റ്ലി ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ നമ്മളുടെ MCQ സോൾവിങ് സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 ക്വസ്റ്റ്യൻ ആയിരിക്കും അറിയാവുന്നത്. 40 ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാത്ത ഒരു സംഭവങ്ങളായിരിക്കും. അപ്പോൾ 40 ക്വസ്റ്റ്യൻ ഒരു 20 എണ്ണം എങ്ങനെ ഒപ്പിക്കാം എന്നുള്ളത് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കില്ല് ജനറേറ്റ് ആയത്. അപ്പോൾ ഫൈനൽ റിവിഷൻ ആണെങ്കിലും മാക്സിമം ടെസ്റ്റ് സീരീസുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പ്ലസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓൺ നോട്ട് റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോഴും നമുക്ക് ആ ഒരു മെന്റാലിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഈ ഓൺ നോട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് സംശയം കാണും, ഈ നോട്ടിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആ സംശയം ആ ഒരു ചോദ്യം ആദർശനോട് ചോദിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ നോട്ട് എഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ കഥ എഴുതണക്കാം. അതായത് രാമായണം മഹാഭാരതം ഇതിനൊക്കെ ഇങ്ങനെ എഴുതി 5 നോട്ട് 10 നോട്ട് നിറച്ച് ഇങ്ങനെ കുന്നടക്കം നോട്ടുകളാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അവസാനം? ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ടൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് പഠിക്കുന്നതിന് വേണ്ടി റെഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് നമുക്ക് ChatGPT തന്നെ ഉപയോഗിക്കാം. നമ്മളുടെ ക്ലാസ്സിലെ ലെക്ചർ നോട്ട് വെച്ചിട്ട് ആധികാരികമായിട്ടുള്ള ഒരു റെഫറൻസിന് വേണ്ടി ChatGPT ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പ്ലസ് ഓൺ നോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് PYQൻ്റെ ബേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി നമ്മൾ അവസാനം റിയൽ ടൈം പരീക്ഷ ഹാളിലേക്ക് വരിക. അപ്പോൾ ഈ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? അതൊന്ന്. 2, 100% അറിയുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു അല്പം റിസ്ക് എടുക്കാമോ, 50-50 ചാൻസ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ച് മാക്സിമം നമ്മൾ അറ്റൻഡ് ചെയ്യണമോ, അതോ നമുക്ക് ഒരു നെഗറ്റീവ് മാർക്കിങ്ങും പാടില്ല, നമുക്ക് അറിയുന്നത് മാത്രമേ നമ്മൾ എഴുതൂ, ഇത്തരത്തിലുള്ളൊരു രീതിയാണോ ആദർശ് പുലർത്തിയത്? ഇപ്പോൾ ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. നമ്മൾ കൊള്ളാം. ഏതോ ഫിലിമിലൊക്കെ പറയുന്നത് ഒരു സഞ്ജു സാംസന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ പ്രഷർ വരുമ്പോൾ ഫിലിമിലല്ല സഞ്ജു സാംസൺ. അപ്പം എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു ഇതുണ്ട്, നമ്മൾ കൊള്ളാം അടിപൊളിയാണെന്നുള്ള നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു എക്സാം പീരീഡിൽ ആ ഒരു സംഭവം നമുക്ക് വേണം. നമ്മൾ പരീക്ഷയിൽ ഇരിക്കുമ്പോൾ ഓക്കെ നമ്മുടെ മനസ്സിൽ വേണം നമ്മൾ അടിപൊളിയാണ്. ഈ എക്സാം ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സാം ഹാളിൽ പൊട്ടിക്കുന്നതിന് മുമ്പേ നോക്കുന്ന പൊതുവെ ഞാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ കാണുന്ന ഒരു എത്തിക്കൽ ബ്രീച്ച് എന്നുള്ള രീതിയിൽ എന്റെ തോട്ട് പ്രോസസിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. നല്ലതാണ്. ചുറ്റുമുള്ളവരെല്ലാവരും നോക്കുന്നു, അപ്പം ഞാൻ നോക്കുന്നില്ല. അപ്പം ഞാനതിനെ ന്യായീകരിക്കാൻ വേണ്ടി മൈൻഡിൽ പറയുന്നത്, ഞാനിപ്പം അവരുടെ കൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ എൻ്റെ ആ ഒരു സ്കില്ലിനെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓൺ കഴിവിനെയാണ് ഡൗട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓക്കെ എനിക്കിത് പറ്റും, ഈവൻ ദോ നോക്കിയില്ലെങ്കിലും ആ ഒരു ഇതിൻ്റെ ആ ടൈമിൽ എനിക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പോവുക. അതാണ് നേരത്തെ പറഞ്ഞത് ഞാൻ അടിപൊളിയാണെന്നുള്ള ആ ഒരു സംഭവം. അവർ നോക്കിക്കോട്ടെ, ഇപ്പം എനിക്ക് പ്രശ്നമില്ല, ഞാൻ അടിപൊളിയാണ്. അതെ, അത് കൊള്ളാം. ഈ ഇന്റർവ്യൂ എനിക്കൊരു വലിയ പാഠമാണ് നൽകിയിരിക്കുന്നത്. ഒന്ന്, ആദർശിൻ്റെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒന്നാമത്തെ പാഠം, ഞാൻ എക്സാം ഹാളിൽ ഞാൻ അടിപൊളിയാണ്. 2, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റായ പ്രവണത തിരുത്താറുള്ള ഒരു ഇതും ഒരു പ്രേരണയും ലഭിച്ചിട്ടുണ്ട്. അതിലൊത്തിരി നന്ദി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറിയുന്നത് മാത്രമേ എഴുതൂ, അല്ലെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് കറക്കി കുത്തുന്നതല്ല. ഇതിലേതാണ് ആദർശ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ രണ്ടാമത് പറഞ്ഞ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നെങ്കിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാവുന്നത് ഒരു 60 ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 40 എണ്ണം നമുക്ക് 50-50 അറിയാവുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എക്സാം ഹാളിൽ ചെയ്യേണ്ടതല്ല. ഞാൻ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിനെയും അങ്ങനെ ആക്കി എടുക്കുക. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. നമുക്കറിയാവുന്ന ഇത്ര എണ്ണം ഉണ്ട്, അറിയാൻ പറ്റാത്തതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ആ ഒരു സംഭവം എന്തുമാത്രം ഉണ്ട്, തെറ്റും ശരിയും തമ്മിൽ എനിക്ക് എന്തുമാത്രം കിട്ടുന്നുണ്ടോ, അധികം കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക. എക്സാം ഹാളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമെന്നുള്ള ആ ഒരു ഇതിൽ അത് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, മാക്സിമം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ളതല്ല, അങ്ങനെ എഡ്യൂക്കേറ്റഡ് ഗസ് എന്നൊക്കെ പറയും. ഓക്കെ, എഡ്യൂക്കേറ്റഡ് ഗസ് അടുത്തൊരു വേർഡും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ഗസ് നമ്മൾ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ടൈമിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഓക്കെ, ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഏറ്റവും ലാസ്റ്റിലത്തേക്ക് ആയിരുന്നു വെച്ചിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ അതൊരു യൂണിവേഴ്സൽ മെത്തഡായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവനവൻ്റെ ആദ്യം നമ്മളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ്. ഞാൻ മലയാളം ആയിരുന്നു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് കുറച്ച് സമയം എടുക്കത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അത് ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, എനിക്ക് അതിൽ നിന്ന് 8 മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു 9 മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ആ ഒരു ഇത് കിട്ടും. അപ്പം മലയാളം ആദ്യം ചെയ്യുമായിരുന്നു, അതിനുശേഷം ഇംഗ്ലീഷ് ചെയ്യും, അതിനായിട്ട് GK പാർട്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഒരു നല്ല സ്പീഡ് ചെയ്തതിന് ശേഷം ബാക്കി എനിക്ക് സമയമുണ്ട്, അപ്പം മാത്സിനകത്തുള്ള മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ഇനി ഒരു പക്ഷേ വേസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ വിചാരിച്ച കണക്കല്ല ചോദ്യം വന്നിരിക്കുന്നത്, അത് നമുക്കങ്ങ് ടൈറ്റായി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു മാനസിക വെപ്രാളം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആ റിയൽ ടൈം എങ്ങനെ മറികടക്കും? ഇതിപ്പോൾ ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈവൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടും എനിക്കിത് പാടാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു 90% ഓഫ് ആൾക്ക് തന്നെ അല്ല, എല്ലാവർക്കും തന്നെ ഇത് പാടായിരിക്കും. കാരണം എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഈ ഫേസ് ചെയ്യുന്ന സംഭവം അവരും ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം വേണം. ടൈം കൺസ്യൂം ചെയ്ത് പിന്നീട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെറുതെ അല്ല 5-6 റാങ്കിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഞാൻ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതായത് അതിന് മറുപടി പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ എന്താണോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് സമയത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 5-6 റാങ്കിൽ എത്തിയിരിക്കുന്നത്, ചുമ്മാ എത്തിയിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പരീക്ഷയെ കഴിഞ്ഞു. ഇനി ഉള്ള പരീക്ഷ കഴിഞ്ഞിട്ടും ചില ഡിസിപ്ലിൻസ് നമ്മൾ ചില അച്ചടങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ ആൻസർ നോക്കുന്നു, ഒത്തിരി സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നു, കട്ട് ഓഫ് പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകുന്നു, ഇന്ന കട്ട് ഓഫിന് മുകളിൽ വന്നാലേ എനിക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് പറയാൻ ഇങ്ങനെ നമ്മൾ കറങ്ങി നടക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ആദർശിൻ്റെ അഭിപ്രായം? സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ എന്തായി പഠിച്ചത്, എന്തായി നമ്മൾ എക്സാം ഹാളിൽ എന്താ ചെയ്തത് അറിയാനുള്ളൊരു ത്വര ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എഴുതി അത് കഴിഞ്ഞു, നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല, അടുത്തത് നോക്കുക എന്നുള്ള രീതിയിൽ. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അടുത്ത് അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു കടമയാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരാളാണ്. പങ്കെടുക്കാൻ പോകുന്നവരോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? അവരോട് എന്തൊക്കെ സജഷൻസ് ഉണ്ട്? ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര കോഡിയലായിട്ടുള്ളൊരു
ബോർഡായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 25 മാർക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം 4 പേരായിരുന്നു ബോർഡിലുണ്ടായിരുന്നത്. അവരുടെ ഭാഗത്തുനിന്നും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1-2 ചോദ്യങ്ങൾ ഇവർക്കെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനിവിടെ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള ബയോഡാറ്റ നോക്കിയിട്ട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വരുന്ന പ്ലേസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ LSGD സെക്രട്ടറിയുടെ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ LSGD സെക്രട്ടറി ആകുമ്പോൾ നേരിടേണ്ട ഇതിനെപ്പറ്റി ഒരു കേസ് സ്റ്റഡി പോലെ തന്നിട്ട്, അതായത് നിങ്ങളുടെ സ്ഥലത്തൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ വരുമ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട്, അപ്പം സെക്രട്ടറി എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ആക്ഷൻസ് എടുക്കും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്താ മറുപടി പറഞ്ഞത്? ഞാനത് പറഞ്ഞത് ആദ്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, എന്നിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബോധവൽക്കരണം അവയർനെസ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യും. പിന്നീട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രാമസഭ വഴി നോക്കി ആളുകളുടെ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റൊരു ബെസ്റ്റ് പ്രാക്ടീസ് അവിടെ ഉണ്ട്, അപ്പോൾ അതവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് അവർക്കും ഗുണമുള്ള എന്നുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ. എത്ര മാർക്ക് കിട്ടി? 22 മാർക്ക് എന്ന് വെച്ചാൽ ഒരു മിനിമം മാർക്കുണ്ട്, മാക്സിമം മാർക്കുണ്ട്. മാക്സിമം 23, മിനിമം ആളുകൾക്ക് കൊടുക്കുന്നത് 20 മാർക്ക്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് 22 മാർക്കായിരുന്നു കിട്ടുന്നത്. മാക്സിമം കൊടുത്തിരിക്കുന്നത് 23. മോശമായ മാർക്കല്ല, മാന്യമായ ഒരു മാർക്ക് ലഭിക്കുകയും ചെയ്യും. എൻ്റെ സെഷൻസ് ഉൾപ്പെടെയുള്ള സെഷൻസ് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു? നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പം സാറിൻ്റെ വാക്കുകളൊക്കെ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം സാർ ഒരു 4-5 ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ട്. ആ അനുഭവത്തിൽ കുറേ ഇൻസൈറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോൺഫിഡൻസോടുകൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ എല്ലാം കൂടെ ഒരു 6ഓളം സെഷൻസ് കിട്ടി. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു. ഒരു ഉദ്യോഗാർത്ഥി, ഒരു LDCയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രായം അനുവദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള യോഗ്യതകൾ കൈവശമുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് സജഷൻസാണ് വയ്ക്കാനുള്ളത്? നമ്മളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമുക്കിനിയും ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ പിന്നാലെ പോകണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ആദർശും LSGD സെക്രട്ടറിയിൽ ഇരിക്കാതെ എന്നാണ് അടുത്ത KS ഒക്കെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ എന്നാണ് ഗസറ്റഡ് ഓഫീസേഴ്സ് സ്ട്രീമിൽ 3rd സ്ട്രീമിൽ മത്സരിക്കുന്ന ഒരാളാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിർത്തുന്ന ആളല്ല, ഉള്ളിലുള്ള LSGD സെക്രട്ടറി അല്ല താങ്കളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രീം എന്നുള്ളതും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഈ തസ്തിയിൽ ഇരുന്നു കൊണ്ട് വലിയ പരീക്ഷകൾക്ക് മത്സരിക്കാനുള്ള മനസ്സും ആരോഗ്യവും എല്ലാ ഐശ്വര്യവും എല്ലാം സർവേശ്വരൻ നൽകട്ടെ. അവസാനമായി ചോദിക്കാനുള്ളത്, PK ലേണിങ്സ് എന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താ പറയാനുള്ളത്? ഈ ഒരു റാങ്ക് കിട്ടിയതിന് മുമ്പാണെങ്കിലും പിമ്പാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ എന്താ ഇതിലോട്ട് വരുന്ന ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു, എന്താണ് ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതി ചോദിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് PK ലേണിങ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSCയുടെ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഫാക്കൽറ്റീസ് തന്നെയൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൻ്റെ സമയത്ത് സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊത്താരി കമ്മീഷന്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഓരോ അന്ന് മുതലേ ഉള്ള ആളല്ലേ, അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി മെയിൻസ്. ഒരു പക്ഷേ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി മെയിൻസ് മറികടന്ന് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കാറുണ്ടല്ലേ. അതെ, ലാസ്റ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം ഇത്രയും ഒതന്റിസിറ്റി, അതായത് ഏതാണോ സോഴ്സ് ആ സോഴ്സിൽ നിന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PPT വെച്ചിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കും ഇതൊക്കെ ഇത് തന്നെ ആണോ എന്നുള്ളൊരു ഒരു തോട്ട് പ്രോസസ് പോയി, ഇതൊക്കെ തന്നെ ആണോ പറയുന്നുണ്ടല്ലോ. ഇതിപ്പം കറക്റ്റ് ബെയറാക്ട് എടുത്തിട്ട് ഓക്കെ ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം, ഓ ഈ സാറ് പൊളിയാണ് എന്നുള്ള സംഭവം. അങ്ങനെ അപ്പം അതായത് നമ്മൾ ആദർശ തമാശയായിട്ട് പറഞ്ഞെങ്കിലും ആദർശ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം. അതെ. PK ലേണിങ്സിലേക്ക് അടുത്ത കോഴ്സുകളിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കലും
എന്താണ് നിരാശപ്പെടേണ്ടി വരില്ല. അല്ല, ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. കാരണം ഞാൻ സജസ്റ്റ് ചെയ്തവരും അവർ തന്ന ഫീഡ്ബാക്കുകളൊക്കെ വെച്ചും അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ആദർശിന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആദർശിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുമായി പങ്കുവച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ, അത് പ്രിപ്പറേഷൻ ആയാലും മെറ്റീരിയൽസ് ആയാലും ടൈം മാനേജ്മെൻ്റ് ആയാലും റിവിഷൻ ആയാലും ഇൻ്റർവ്യൂ ആയാലും റിയൽ ടൈം എക്സാം ആ സമയത്തെ മെൻ്റൽ സ്റ്റെബിലിറ്റി മാനേജ്മെൻ്റ് ആണെങ്കിലും ഇതിനൊക്കെ തന്നെ ഒത്തിരി കാര്യങ്ങളാണ് ആദർശ് റാങ്ക് നേടി ആ വഴി അങ്ങ് പോകാതെ അല്ലേ, വന്ന വഴിയൊന്നും തന്നെ മറക്കാതെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മുതൽ ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ വന്ന വഴി മറന്നിട്ടില്ല. ഇത്രയും ഉന്നത റാങ്ക് വാങ്ങിച്ചിട്ടും വന്ന വഴി മറക്കാതെ ഇവിടെ വന്ന് ഇനി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപയോഗപ്പെടട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്ന വഴികൾ ഇന്നതൊക്കെയാണ്, ആ വഴികൾ എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ഉപയോഗപ്പെടട്ടെ എന്ന നല്ല മനസ്സോടുകൂടി ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ആദർശിന് ഒത്തിരി നന്ദി. ആദർശിന് മുന്നോട്ടുള്ള യാത്രയിൽ താങ്കളുടെ എല്ലാ ആഗ്രഹങ്ങളും, ഈ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും, LHD സെക്രട്ടറിയേറ്റൊക്കെ ഇരിക്കുമ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ കൃത്യനിർവഹണം നടത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ താങ്കൾ ആഗ്രഹിക്കുന്ന തസ്തികളെല്ലാം തന്നെ പരീക്ഷകളെല്ലാം എഴുതി വിജയിച്ച ആ തസ്തികളൊക്കെ അലങ്കരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു.